ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു കാടമുട്ട ബിരിയാണിയുടെ റെസിപ്പി നോക്കിയല്ലോ. അത് നമ്മൾ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഒരു പ്രഷർ കുക്കറിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റിലും കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് സവോള ചോപ്പ് ചെയ്തത്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതിയാകും. നന്നായി വഴന്ന ശേഷം ഇതിലേക്ക് ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. പുളിയുള്ള ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, നന്നായിട്ട് പഴുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് നന്നായിട്ട് തക്കാളി ഒന്ന് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കണം. തക്കാളി എല്ലാം നന്നായിട്ട് ഇതുപോലെ ഉടഞ്ഞു വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചോപ്പ് ചെയ്തെടുത്തതും കുറച്ച് സവോള ഫ്രൈ ചെയ്തതും കാഷ്നട്ടും റൈസിൻസും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഈ സമയം വേണമെങ്കിൽ തൈരും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് സോക്ക് ചെയ്തിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ 30 മിനിറ്റ് സോക്ക് ചെയ്തെടുത്തിരിക്കുക ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. 30 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിരിക്കുന്ന അരിയാണിത്. ഇതിന് പകരം ജീരകശാല അരി എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതും 30 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് ഇതുപോലെ വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒട്ടും കുഴഞ്ഞു പോകാതെ നമുക്ക് ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വെള്ളം തിളപ്പിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 3 ഗ്ലാസ് വെള്ളം ഉപ്പ് ചേർത്ത് തിളപ്പിച്ചെടുത്തിരിക്കുന്ന വെള്ളമാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന കാടമുട്ട നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാടമുട്ടയ്ക്ക് പകരം കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ട് ഈ സമയത്തിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ആവശ്യത്തിനുള്ള നമ്മുടെ കാടമുട്ട ഇതിലേക്ക് പുഴുങ്ങിയിട്ട് കൊടുത്തിട്ട് കുക്കർ ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ആവി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഈ കറക്റ്റ് 1 വിസിൽ വരുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു വിസിൽ വന്ന് കുക്കറിൻ്റെ പ്രഷർ മുഴുവൻ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഈ മുട്ടയെല്ലാം ഇതിൽ നിന്നെടുത്ത് മാറ്റണം, അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് മുട്ടയെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ റൈസ് കിട്ടിയിരിക്കുന്നത്, കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. കുക്കർ തുറന്ന് ഉടൻ തന്നെ മിക്സ് ചെയ്തെടുക്കേണ്ട. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആദ്യം തന്നെ ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഫ്രൈ ചെയ്ത കാഷ്നട്ട് റൈസൻസ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ്. നെക്സ്റ്റ് റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.